ചേട്ടാ, തമിഴ്നാട്ടിലെ രാഷ്ട്രീയം എപ്പോഴും നമ്മളൊക്കെ അടുത്ത് വീക്ഷിക്കുന്ന ഒരു പ്രദേശമാണ് തമിഴ്നാട്. അവിടെ ഏറ്റവും ഒടുവിലായി വിജയുടെ എൻട്രിയോടുകൂടി തമിഴ്നാട് ഇന്ത്യ മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു സംസ്ഥാനമായി മാറിക്കഴിഞ്ഞു. കേരളത്തിലെ പോലെ തന്നെ അടുത്ത തന്നെയാണ് തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പും വരാനിരിക്കുന്നത്. അപ്പോൾ ഈ അടുത്ത് ഒരു സർവേ നടത്തുകയുണ്ടായി. അതിൽ തമിഴ്നാട്ടിൽ ആര് അധികാരത്തിൽ വരുമെന്ന ചോദ്യത്തിന് DMK എന്നാണ് ഉത്തരം. പക്ഷേ വിജയുടെ നേതൃത്വത്തിലുള്ള TVK ഇത്തവണ തമിഴ്നാട്ടിൽ വലിയൊരു വൻ കുതിച്ചുചാട്ടം നടത്തുമെന്ന് ഈ ഒരു സർവേ മാത്രമല്ല, മറ്റ് പല സർവേകളും വിജയുടെ ഒരു ആധിപത്യം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് ഉറപ്പിക്കുന്ന രീതിയിലുള്ള സർവേ ഫലങ്ങളാണ് പുറത്തു വരുന്നത്. ഇത് ഇന്ത്യൻ പൊളിറ്റിക്കൽ ഡെമോക്രാറ്റിക് സ്ട്രാറ്റജീസ് IPDS അവർ നടത്തിയ സർവേയാണ്. 234 മണ്ഡലത്തിലായി 100,000-ലധികം പേരെയാണ് അവർ ഈ സർവേയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം 100,000-ലധികം പേരെ സർവേ നടത്തിയിട്ട് തമിഴ്നാട് രാഷ്ട്രീയത്തെ കൂട്ടാൻ പറ്റത്തില്ല. കാര്യം അത്രയും ജനസംഖ്യയുള്ള സ്ഥലമാണ്. അപ്പോൾ അത്രയും ജനസംഖ്യയുള്ളൊരു സ്ഥലത്ത് ഈ 100,000-ലധികം പേരെ വെച്ചിട്ട് ഞങ്ങൾ സർവേ നടത്തി ഞങ്ങളിത് പറയുന്നു എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇത് ചെയ്തിരിക്കുന്നത് ലയോള കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളായിട്ടുള്ളവരാണ്. അപ്പോൾ അതിന് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഉണ്ടാവാനാണ് സാധ്യത എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ അവർ ഒന്നാമതായി പറയുന്ന സ്റ്റാലിൻ മുഖ്യമന്ത്രിയാകാൻ ആരാണ് സാധ്യത എന്നുള്ള ചോദ്യത്തിന് സ്റ്റാലിനാണ് ഒന്നാമത് വന്നിരിക്കുന്നത്. രണ്ടാമത് വന്നിരിക്കുന്നതാണ് വിജയ്. അതുപോലെ തന്നെ മൂന്നാമത് എടപ്പാടി പളനിസ്വാമി, നാലാമത് കനിമൊഴി, അഞ്ചാമത് ഇപ്പോഴത്തെ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള ഉദയനിധി സ്റ്റാലിൻ. ഇതിൻ്റെ ഗ്രാഫ് ഇങ്ങനെ മാറി മാറി വരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഈ സർവേയുടെ ഒരു പ്രത്യേകത. ഗ്രാഫ് മാറി വരുന്നു. ഓരോ നേതാക്കളുടെ ഗ്രാഫ്, ഇപ്പോൾ വിജയുടെ ഗ്രാഫ് ഉയർന്നു വരുമ്പോൾ എടപ്പാടി പളനിസ്വാമി താഴെ പോയി. അതേസമയം നമ്മൾ ഈ സർവേകൾ പഠിച്ചു നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാവുന്നൊരു സാധനം, ADMKക്ക് ഈ പറയുന്ന TVK ഒരു വെല്ലുവിളിയേ അല്ല. ADMKയുടെ വോട്ടിൽ ഏറ്റവും കൂടുതൽ ഈ ബാധിക്കുന്നത് DMK ആണ്. TVK ഏറ്റവും കൂടുതൽ TVKയുടെ ഈ ഒരു ഏറ്റവും അധികം പ്രതീക്ഷ അർപ്പിക്കുന്നത് DMK വോട്ടുകൾ. DMKയുടെ വോട്ടുകളെയാണ് DMKയുടെ വോട്ടുകളെയാണ് ബാധിക്കാൻ പോകുന്നത്. അങ്ങനെയാണ് പല സർവേകളും പറയുന്നത്. അത് കഴിഞ്ഞിട്ട് 3 or 4 കഴിഞ്ഞിട്ടാണ് ADMK ഒരു കുറച്ചെങ്കിലും എന്താ പറയുക TVKയുടെ ഈ എൻട്രി. അത് ADMK ഇപ്പോൾ തമിഴ്നാട്ടിൽ അത്ര പ്രസക്തി ഇല്ലാത്തൊരവസ്ഥയിലാണ്. പെട്ടെന്ന് വന്ന വിജയ് തന്നെ രണ്ടാം സ്ഥാനത്തേക്ക് മുഖ്യ പ്രതിപക്ഷമായിട്ട് TVK ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മാറിയിട്ടുണ്ട്. അതെ, TVK ആണ് രണ്ടാമത് ഇപ്പോൾ പറയുന്നതിൽ എന്താ പറയുക, സർവേകൾ നോക്കുമ്പോഴും പറയുന്നതിൽ രണ്ടാം സ്ഥാനം തമിഴ്നാട്ടിൽ രണ്ടാമത്തെ പൊളിറ്റിക്കൽ പാർട്ടി ഇപ്പോൾ TVK തന്നെയാണ്. ഇപ്പോൾ പണ്ട് MGR വന്ന സമയത്ത് ഈ പല എതിരാളികളും വന്ന് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവേശനത്തെക്കുറിച്ച് പറഞ്ഞൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവേശനം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സിനിമ പോലെ 100 ദിവസമേ ഉണ്ടായിരിക്കുള്ളൂ എന്നാണ്. 100 ദിവസത്തെ ഒരു സിനിമ പോലെ അദ്ദേഹത്തിൻ്റെ സിനിമകളെല്ലാം 100 ദിവസം ഓടും എന്നൊരു ഉറപ്പുണ്ടായിരുന്നു. അതുപോലെ 100 ദിവസം ഓടും. ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരു ആയുസ്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ആയുസ് എന്ന് പറയുന്നത് 100 ദിവസമാണെന്ന് പറഞ്ഞെടുത്ത് നിന്ന് MGRനെ പീഴ്ത്താൻ പിന്നെ ആർക്കും പറ്റിയിട്ടില്ല. വിജയ് ഇതുപോലെ തന്നെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും പീക്ക് ടൈമിൽ നിൽക്കുമ്പോൾ സിനിമ എന്ന് പറയുന്ന സുരക്ഷിതമായൊരു മേഖല വിട്ടിട്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒടുവിലായി അഭിനയിക്കുന്ന ഒരു സിനിമ കൂടി പുറത്തു വരുന്നു, ജനനായകൻ. H. വിനോദിൻ്റെ ജനനായകൻ. ആ സിനിമയെ സംബന്ധിച്ചിടത്തോളം അത് പ്രധാനപ്പെട്ട ഒരു കാര്യം, അതിൻ്റെ കേസ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ മദ്രാസ് ഹൈക്കോടതിയിൽ ഇതിൻ്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇതുണ്ടല്ലോ, ഏതാ നമ്മുടെ CBFC സെൻസർ ബോർഡ്. CBFC കഴിഞ്ഞ 19-ാം തീയതി ഇതിൻ്റെ രംഗങ്ങൾ വെട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. വയലൻസ് 10 രംഗങ്ങൾ വെട്ടാനാണ് പറഞ്ഞത്. ഈ 10 രംഗങ്ങളും വെട്ടി ഇതിൻ്റെ വീണ്ടും ഇത് സെൻസർ ബോർഡിന് മുമ്പിൽ വന്നപ്പോൾ സെൻസർ ബോർഡ് ഇത് പരിഗണിക്കുന്നില്ല. വെള്ളിയാഴ്ച വരേണ്ട പടമാണ്, വെള്ളിയാഴ്ച വരേണ്ട പടമാണ്. വെള്ളിയാഴ്ച പൊങ്കൽ റിലീസാണ്. ഈ പടം എന്ന് പറയുന്നത് പൊങ്കൽ റിലീസിൽ വരാൻ പോകുന്ന പടമാണ്. ഇതിലൊരു രാഷ്ട്രീയമുണ്ട്. 12-ാം തീയതി 9-ാം തീയതി വിജയുടെ പടം ഇറങ്ങാൻ പോകുന്ന വിജയുടെ പടത്തിന് ഇതുവരെ ഈ പറയുന്ന പോലെ സെൻസർ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല. ഹൈക്കോടതിയിലേക്ക് പോയിരിക്കുന്നു. ഹൈക്കോടതി ഇന്നിപ്പോൾ കേസ് മാറ്റിവെക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതേസമയം തന്നെ ജനുവരി 12-ാം തീയതി ദില്ലിയിലെ CBIയുടെ ഓഫീസിൽ വിജയ് നേരിട്ടെത്താൻ CBI നോട്ടീസും കൊടുത്തിരിക്കുന്നു. അതായത് കരൂർ ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ ഹിസ്റ്ററി അതിൻ്റെ എന്താ പറയുക പിന്നാമ്പുറം നോക്കുമ്പോൾ വിജയ് തന്നെയാണ് CBIയുടെ അന്വേഷണം ആവശ്യപ്പെട്ടത്. പക്ഷേ ഇപ്പോൾ വളരെ നിർണായക ഘട്ടത്തിൽ അദ്ദേഹത്തോട് ജനുവരി 12-ന് നിങ്ങൾ
നേരെ ദില്ലിയിലേക്ക് വരൂ എന്നൊരാവശ്യം CBI നോട്ടീസ് മുഖാന്തരം ആവശ്യപ്പെട്ടിരിക്കുന്നത്. വേണമെങ്കിൽ അദ്ദേഹത്തിന് ഇനി അസൗകര്യത്തെക്കുറിച്ച് പറയാം. അസൗകര്യം പറയുകയാണെങ്കിൽ CBIയുടെ നോട്ടീസ് പിന്നെയും വരും, പിന്നെയും വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിന് എനിക്കിപ്പോൾ വരാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം കരൂർ ദുരന്തത്തിൽ അദ്ദേഹം എന്തോ തെറ്റ് ചെയ്തു എന്നാണ് DMK വളർത്തിയിട്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട അവിടെ അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഒരു വികാരം ഉണ്ടാക്കിയെടുക്കാൻ DMK പ്രയോഗിച്ചിരിക്കുന്ന സ്ട്രാറ്റജി അതാണ്. കാരണം ഒരു ആരോപണം വേറൊന്നും ഉന്നയിക്കാൻ പറ്റത്തില്ല. കാരണം അദ്ദേഹം ഇതുവരെ പൊളിറ്റിക്സ് ഇല്ലായിരുന്നു. ഈ അദ്ദേഹം ഒരു അഴിമതിക്കാരനാണ്. അദ്ദേഹം ഭരണതലത്തിൽ ഇരുന്ന് ഒരുപാട് അഴിമതി നടത്തിയിട്ടുള്ള ആരോപണമൊന്നും DMKക്ക് പറയാൻ പറ്റില്ല. പറയാൻ പറ്റിയ തൃശ്ശയുമായിട്ടൊരു ബന്ധം. അതെ, അത് പിന്നെ ഗോസിപ്പാണ്. അതൊരു ഗോസിപ്പ് തൃശ്ശയായിട്ട് എല്ലാ കാലത്തും കേട്ടിട്ടുള്ളത്, ഇപ്പോഴെങ്ങും അല്ല, പണ്ടുതൊട്ടേ കേൾക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു സാധനം മാത്രമാണ് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ CBI നോട്ടീസ് കൊടുക്കുമ്പോൾ CBIക്ക് മുമ്പിൽ ഇദ്ദേഹം പോയില്ല എന്നുണ്ടെങ്കിൽ അത് ഇദ്ദേഹം കുറ്റക്കാരനാണെന്ന് കാണിക്കാൻ DMK കൊണ്ട് പറ്റും. ഇത് BJPക്ക് നന്നായിട്ട് അറിയാം. ദില്ലിയിലേക്ക് വിളിച്ചാൽ വിജയ് വന്നേ പറ്റൂ. അത് വിജയുടെ ആവശ്യമാണ്. കാര്യം വിജയാണ് മദ്രാസ് ഹൈക്കോടതി പറഞ്ഞ് ഈ പറയുന്ന അന്വേഷണം, പോലീസ് അന്വേഷണം, പ്രത്യേക സംഘത്തിൻ്റെ SIT രൂപീകരിച്ച് അന്വേഷിക്കാൻ പറഞ്ഞപ്പോൾ വിജയാണ് പറഞ്ഞത് തമിഴ്നാട് സർക്കാരിൻ്റെ കീഴിലുള്ള എൻക്വയറി എനിക്ക് വിശ്വാസമില്ല, എനിക്ക് CBI വേണമെന്ന് പറഞ്ഞ് പോയത് വിജയാണ്. അത് പ്രകാരമാണ് CBI വന്നത്. അപ്പോൾ പക്ഷേ CBI ചെന്നൈ യൂണിറ്റ് അല്ല വിളിക്കുന്നത്, നേരെ ദില്ലിയിൽ വരാണ്. ദില്ലി എന്ന് പറഞ്ഞിടത്തോളം അതൊരു എന്താ പറയുക, രാഷ്ട്രീയ ചതുരംഗത്തിൻ്റെ ഒരു വലിയ ഒളിയിടമാണ്. ദില്ലിയിലേക്ക് പോകുന്ന രാഷ്ട്രീയ നേതാക്കൾ ആരൊക്കെ കാണുന്നു, അല്ലെ ആരുമായിട്ടൊക്കെ ചർച്ച നടത്തുന്നൊന്നും കൃത്യമായി പുറത്തു വരാറില്ല. ആരുമായിട്ടൊക്കെ സംസാരിക്കുന്നു, ആരൊക്കെ നേരിട്ട് കാണുന്നു, അല്ലെങ്കിൽ ആരൊക്കെ സംസാരിക്കാൻ തയ്യാറാകുന്നു, ഇതൊന്നും പുറത്തു വരാറില്ല. ഇതൊക്കെ അപൂർവമായിട്ട് മാത്രമാണ് പുറത്തു വരാറുള്ളത്. ഇപ്പം നമ്മുടെ ഈ കേരള ഹൗസിൽ നിന്നൊക്കെ പെട്ടെന്ന് വാർത്തകൾ എളുപ്പം പുറത്തു വരുത്താൻ പറ്റും, എളുപ്പം. പക്ഷേ അതിനുമപ്പുറം ഈ പറയുന്ന എന്താ പറയുക, മഹാഭാരത യുദ്ധം നടക്കുന്ന ഈ പറയുന്ന എന്താ മഹാഭാരത യുദ്ധം എന്നൊക്കെയാണല്ലോ പറയുള്ളത്. ഡൽഹി പൊളിറ്റിക്സിനെ അങ്ങനെയൊക്കെയാണ് പലപ്പോഴും വിളിച്ചിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലൊരു മേഖലയിലേക്ക് വിജയ് എത്തുമ്പോൾ അതിൻ്റെ ഗുണം ആർക്കാണ് എന്നുള്ളൊരു വലിയ ചോദ്യമാണ്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഈ വിജയുടെ ഈ വളർച്ച BJP ഇങ്ങനെ വളരെ കാര്യമായി നോക്കിക്കാണുന്നുണ്ടായിരുന്നു. പക്ഷേ TVKയെ സംബന്ധിച്ചിടത്തോളം TVKയുടെ മുഖ്യ ശത്രു എന്ന് പറയുന്നത് DMK ആണ്. അവരുടെ പ്രഖ്യാപിതമായിട്ട് അദ്ദേഹം ഏറ്റവും കൂടുതൽ പ്രഖ്യാപിച്ചിട്ടുള്ള ശത്രു എന്ന് പറയുന്നത്, പ്രഖ്യാപിത ശത്രു എന്ന് പറയുന്നത് DMK ആണ്. പക്ഷേ BJP അവരുടെ പ്രത്യയശാസ്ത്ര ശത്രുവാണ്. പ്രഖ്യാപിത ശത്രുവും പ്രത്യയശാസ്ത്ര ശത്രു DMK. അതെ, പ്രത്യയശാസ്ത്ര പ്രകാരമുള്ള ശത്രുതയെ BJPയോട് വിജയിക്കുള്ളൂ. അതിൽ ഈ പ്രശ്നാധിഷ്ഠിതമായിട്ട് നിലപാടുകൾ സ്വീകരിക്കാൻ TVKയെ കൊണ്ട് BJPയുടെ കാര്യത്തിൽ സാധിക്കും. കാരണം TVK കഴിഞ്ഞ മാസം പ്രഖ്യാപിച്ച പ്രധാനപ്പെട്ടൊരു കാര്യം, വിജയിയെ മുഖ്യമന്ത്രിയാക്കാമെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണ തങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ്. ഏത് രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണ. അതിനു മുമ്പ് വരെ ഈ പറയുന്ന പോലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ടും തങ്ങൾക്കിതില്ല, തങ്ങൾ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്ത് പോകാൻ അവർ തയ്യാറാണെന്ന് പറഞ്ഞവരാണ്. അതിൽ നിന്നൊക്കെ മാറ്റിയിട്ട് ഈ പറയുന്നത് പോലെ ആരുമായിട്ടും സന്ധി. പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ഈ പറയുന്ന വിജയാണ്. BJPക്ക് അത് എന്താ പറയാ, ഓക്കെയാണ്. BJPക്ക് വിജയെ മുൻനിർത്തി BJPക്ക് തമിഴ്നാട് ഒറ്റയ്ക്ക് ഭരിക്കണമെന്ന് ഇപ്പോൾ നിലവിൽ ആഗ്രഹമില്ലെന്ന് മാത്രമല്ല, BJP ഇപ്പം ഒറ്റയ്ക്ക് വിചാരിച്ചാൽ നടക്കത്തുമില്ല. ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ ഒരു അത് ഈറ്റില്ലമായി കിടക്കുന്ന ഒരു സ്ഥലത്ത് അവിടെ ഒരുപാട് കിളക്കേണ്ടി വരും, ഒരുപാട് പണിയെടുക്കേണ്ടി വരും. അമ്മാണ്ടിൽ ഒരുപാട് പണിയെടുത്താൽ മാത്രമേ BJPക്ക് അവിടെ ഒരു എന്താ പറയുക, ഒരു പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പോലും അവിടെ കാണിക്കണമെങ്കിൽ കുറച്ച് സീറ്റുകൾ തങ്ങളുടെ പക്കലുണ്ട്, ഞങ്ങളൊരു പ്രഷർ ഗ്രൂപ്പ് ആണെന്നെങ്കിലും കാണിക്കണമെങ്കിൽ മുന്നേറി വരുന്നുണ്ട്, കയറി വരുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞത് തമിഴ് രാഷ്ട്രീയം എന്ന് പറയുന്നത് പ്രബലമാകാൻ അവിടെ ഈ ദ്രാവിഡ രാഷ്ട്രീയം ഇങ്ങനെ എന്താ ആഴത്തിൽ വേരാർ കിടക്കുന്ന ഒരു സ്ഥലമാണ്. അതിൻ്റെ ഒരു പകുതി പണി BJP ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ പറ്റും. BJP ഒരിക്കൽ സുരേന്ദ്രൻ പറഞ്ഞതുപോലെ തങ്ങളൊരു 10-35 സീറ്റ് പിടിക്കുമെന്നൊക്കെ പറയുന്നത് പോലെ അതിൻ്റെ ഒരു പകുതി പണി ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് BJPക്ക് വളർന്നു പോകാൻ പറ്റും. പക്ഷേ തമിഴ്നാട്ടിൽ അവിടെ വേരൂർന്ന് കിടക്കുന്നത് ഈ പൊളിറ്റിക്സാണ്. BJPക്ക് എന്താ പറയുക, ആ മണ്ണൊന്ന് ഉഴുതു മറിക്കണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ വിജയ് പോലെ ഒരു മുഖം അവിടെ ആവശ്യമാണ്. ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അധികാരത്തിൻ്റെ ഒരു തലത്തിലെങ്കിലും ഇരുന്നാൽ മാത്രമേ ആ സ്ഥലത്ത് വളരാൻ പറ്റുകയുള്ളൂ. അധികാരത്തിൻ്റെ തലത്തിൽ ഇരുന്ന് വേണം വളരാൻ. അല്ലാതെ ജനങ്ങളുടെ മുന്നിൽ ഇറങ്ങിയിട്ട് ഞങ്ങൾ എന്താ പറയുക, ഈ പറയുന്ന പോലെ വളരെ സുതാര്യമായ രാഷ്ട്രീയക്കാരാണെന്നും പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ അംഗീകരിക്കില്ല. അവരും ആവശ്യപ്പെടുന്നത് അവർക്കും എന്തെങ്കിലുമൊക്കെ കിട്ടണം. അവർക്ക് എന്തെങ്കിലും കിട്ടുമ്പോഴേ ഈ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഭാഗമാക്കി നിൽക്കാൻ ഭൂരിഭാഗം ജനങ്ങൾ ഇപ്പോൾ തയ്യാറാവുന്നുള്ളൂ. പണ്ടത്തെ പോലെയല്ല, പ്രത്യയശാസ്ത്ര രാഷ്ട്രീയമൊക്കെ കഴിഞ്ഞു. അതുകൊണ്ടാണ്. പക്ഷേ ഇപ്പം സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു വന്നത്, ഓരോ സർവേ കഴിയും തോറും ഈ വിജയുടെ ഗ്രാഫ് ഉയർന്നുയർന്ന് കയറി വരുന്നു.
നേരത്തെ എടപ്പാടിയായിരുന്നു രണ്ടാം സ്ഥാനത്ത് നിന്നിരുന്നെങ്കിൽ ഇപ്പോൾ വിജയ് രണ്ടാമതേക്ക്. ഇപ്പോൾ ഗ്രാഫ് വെച്ച് നോക്കുമ്പോൾ സ്റ്റാലിനും വിജയും തമ്മിൽ വലിയ വ്യത്യാസമില്ല. തെരഞ്ഞെടുപ്പിന് അനുസരിച്ച് ഈ ജനനായകൻ സിനിമയുടെ ഇമ്പാക്റ്റ് കൂടി കണക്കിലെടുത്ത് ഒരു സർവേ കൂടെ വരുമ്പോൾ ഇനി സ്റ്റാലിന് മുകളിലേക്ക് വിജയ് പോകുമെന്ന് അത് നമുക്ക് പറയാൻ പറ്റില്ല എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ തമിഴ് രാഷ്ട്രീയം എപ്പോഴും സിനിമയ്ക്കൊപ്പം വളർന്നതാണ്. സിനിമയിലൂടെയാണ് അവരുടെ പൊളിറ്റിക്കൽ ചിന്തകൾ, രാഷ്ട്രീയ ചിന്തകളൊക്കെ തന്നെ സിനിമയിൽ കൂടി ഊന്നിക്കുന്നതാണ്. ഈ സിനിമ വിജയിച്ചാൽ ഒരുപക്ഷെ അഭിഷേക് പറയുന്നത് പോലെ സ്റ്റാലിനേക്കാൾ മുകളിൽ വന്നിരിക്കാം. DMK പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, വിജയ് വലിയ നേതാവ്, രാഷ്ട്രീയത്തിൽ വലിയ ഭാവിയൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ 234 മണ്ഡലത്തിൽ വിജയ് തന്നെ മത്സരിക്കണം. ഇത്രയും മണ്ഡലങ്ങളിലും വിജയ് തന്നെ മത്സരിക്കണം എങ്കിൽ ഞങ്ങൾ സമ്മതിക്കാം എന്നാണ് DMK അവിടെ പല വേദികളിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഇവരുടെ വേറെ ഒരു സ്ഥാനാർത്ഥിക്കും എന്താ പറയാ ഒരു ജനപ്രീതിയില്ല. ജനപ്രീതിയില്ല, അവരുടെ മുഖങ്ങളല്ല, ഈ പാർട്ടിയുടെ പോലും മുഖമല്ല. ഈ പാർട്ടിയുടെ ഏതെങ്കിലും വേറെ ഒരു നേതാവിനെ നമുക്കറിയാമോ? ആർക്കും അറിയില്ല. എല്ലാം വിജയാണ്. അതാണ് DMK പറയുന്നത്. അതിൽ നിന്നൊന്നും മാറ്റിപ്പിടിക്കാൻ വിജയെ കൊണ്ട് പറ്റിക്കഴിഞ്ഞാൽ നല്ലൊരു, എല്ലാവരും ജനകീയമായിട്ട് ഓരോ മണ്ഡലത്തിലും അവതരിപ്പിക്കാൻ സ്ഥാനാർത്ഥികളെ കിട്ടിയാൽ ആ രീതിയിലുള്ള സ്ഥാനാർത്ഥികൾ വരികയാണെങ്കിൽ, ഇത് ഈ പറയുന്ന പോലെ ഇല്ലെങ്കിൽ വിജയുടെ പടം തന്നെ എല്ലായിടത്തും കൊണ്ടുവെക്കേണ്ടി വരും. അല്ലെങ്കിലും വിജയുടെ പടമാണ്, വിജയുടെ പടം തന്നെയാണ്. പക്ഷേ 234 മണ്ഡലങ്ങളിലും വിജയെ കൊണ്ട് നിർത്താൻ നിങ്ങൾക്ക് പറ്റുമോ എന്നുള്ളതാണ് DMK ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലൊരു എന്തെങ്കിലും ഒരു ചേഞ്ച് കൂടി ഇദ്ദേഹത്തിന് വരുത്താൻ പറ്റിക്കഴിഞ്ഞാൽ ഈ 2026 അല്ല, ഒരു 5 കൊല്ലം കൂടെ കഴിയുമ്പോൾ ഒരു എന്താ പറയുക മുകളിലേക്ക് വളരാൻ ഇവരെ കൊണ്ട് സാധിക്കും. എല്ലാം താൻ തന്നെയെന്ന് പറയാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മാറ്റാൻ പറ്റും. പക്ഷേ പാർട്ടി വളരുന്നുണ്ട്, TVK വളരുന്നുണ്ട്. TVK എന്ന് പറയുന്നത് വലിയ വെല്ലുവിളി ഉയർത്താൻ, അതായത് ഈ ഇത്രയും മണ്ഡലങ്ങളിലും അവർ സർവേ നടത്തിയിട്ടുണ്ടെന്ന് അവർ പറയുന്നുണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് പോലും നേരിടാതെ ഇത്രയും പ്രബലമായി തമിഴ്നാട്ടിൽ പോലും സ്ഥലത്ത് മാറിയിട്ടുണ്ടെങ്കിൽ, അതെ, അങ്ങനെ വന്നിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഇത്തവണ നടക്കില്ല എന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. ഇത്തവണ നടക്കില്ല, പക്ഷേ നടക്കുന്നൊരു ദിവസം വരും. ഇത്തവണ ഇല്ലെന്നേ ഉള്ളൂ. ശരി.